ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ യാത്രയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ യാത്ര മഞ്ചേരിക്കാണ്. ഇന്നെൻ്റെ കൂടെ ആദർശും സന്ദീപും അതുപോലെ തന്നെ ഫജിഷ്കിയും ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സുപ്രധാനമായൊരു മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മുടെ ലഡാക്ക് ട്രിപ്പുമായി ബന്ധപ്പെട്ടിട്ട് അതിന് മുമ്പ് ലഡാക്കിലേക്ക് ഇപ്പം വളരെ അടുത്ത് തന്നെ പോയി വന്ന ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മുടെ താർ CRD സെയിം വണ്ടി ഉപയോഗിച്ചിട്ടാണ് പുള്ളിയും പോയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് അറിയാനും അതുപോലെ യാത്ര ഉണ്ടായ അനുഭവങ്ങളും റൂട്ടും അതുപോലെ തന്നെ എന്തൊക്കെയാണ് വണ്ടിയിൽ സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കുന്നത് എല്ലാം ഒന്ന് കാണാനും ഒന്ന് മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിന്ന് യാത്ര തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഏകദേശം ഇപ്പോൾ സമയം 12 മണിയായി ഉച്ചയ്ക്ക്. ഇപ്പോൾ ഏകദേശം ഇവിടുന്ന് 3 മണിക്കൂർ ട്രാവൽ ഉണ്ട്. എന്നിട്ട് ശേഷം അവിടെ ചെന്നിട്ട് നമുക്ക് വണ്ടി കാണണം. അതുപോലെ തന്നെ ഷാനിനെ നേരിട്ടൊന്ന് കണ്ട് എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് അറിയണം. കുറച്ച് നേരം ഇരിക്കണം. പിന്നെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കണം. എന്തൊക്കെയാണ് വണ്ടിയിൽ ചെയ്തിരിക്കുന്നതെന്നൊക്കെ ഒന്ന് കാണണം. അതനുസരിച്ച് നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ വണ്ടിയിലേക്ക് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ വേണം. അപ്പം ഇന്നൊരു ചെറിയൊരു ബ്ലോഗായിരിക്കും. ഞാനിപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ടതിന് ശേഷം അവിടെ എത്തിയിട്ട് അവിടെ എന്തൊക്കെയാണുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. നമ്മൾ മഞ്ചേരി എത്തി. അപ്പോൾ നമ്മളിപ്പോൾ ഷാനിൻ്റെ വീട്ടിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ ബാക്കിൽ കാണുന്ന ഈ വണ്ടിയും കൊണ്ടാണ് ഷാന് ലഡാക്ക് ഭാഗത്തെല്ലാം പോയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വണ്ടി ചെയ്ത ഓരോ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നോക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്കകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വെള്ളത്തിൻ്റെ ഒരു സെറ്റപ്പാണ്. അത് ഈ കാണുന്നുണ്ടോ, ഈ ഒരു 10 ഇഞ്ചിൻ്റെ പൈപ്പിൽ 2 എൻഡ് ക്യാപ്പ് ഇട്ടിട്ട് ഇവിടെ ഒരു പിന്നെ ഓപ്പൺ ആൻഡ് ക്ലോസിൻ്റെ ഒരു ഇതും കൊടുത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് കൈ കഴുകാനും അതുപോലെ പാത്രം കഴുകാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വണ്ടിയുടെ സീറ്റിനടി തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ അത് എടുത്തിട്ട് വണ്ടി ഒന്ന് വെച്ച് നോക്കി. ഇവിടെ ഇപ്പോൾ ഒരു നമുക്ക് സ്റ്റാൻഡ് പോലെയൊക്കെ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്കിത് വണ്ടി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഉരുണ്ട് കളിക്കുകയൊന്നുമില്ല. വണ്ടി വെച്ച് നോക്കുമ്പോൾ പെർഫെക്റ്റ് സെറ്റാണ്. കാരണം ഇതും CRD ആണ്, എൻ്റെ വണ്ടിയും CRD ആണ്. അപ്പോൾ രണ്ടിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടത് സെറ്റാവും. അപ്പോൾ ഇതുപോലത്തെ ഒരു സംവിധാനമാണ് നമ്മളിപ്പം നിലവിൽ നമ്മുടെ വണ്ടിയിലേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതാണ് ഒരു കാര്യം. പിന്നെ നമ്മുടെ വണ്ടിയിലേക്കുള്ള ബെഡിങ്ങിൻ്റെ സെറ്റപ്പാണ്. ഇപ്പം ഈ ഒരു ടൈപ്പ് ബെഡാണ് അവരെ വണ്ടിയിലേക്ക് ചെയ്തത്. അപ്പോൾ ഇത് നമ്മുടെ വണ്ടിയിലേക്കൊന്ന് വെച്ച് നോക്കുകയാണ്. അപ്പോൾ അലൈൻമെൻറ്റ് കറക്റ്റാണെങ്കിൽ ഇതേ മെഷർമെൻറ്റ് തന്നെ നമ്മുടെ വണ്ടിയിൽ കിടക്കാനുള്ള സെറ്റപ്പ് ആക്കണം. ഏകദേശം 2 പേർക്ക് കിടക്കാൻ പറ്റുമോ വജിരിക്ക? സുഖമായിട്ടല്ലേ? ഒരു സൈഡ് ഫോൾഡബിൾ ആയുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നവർ. അപ്പോൾ അതാകുമ്പോൾ സീറ്റിൻ്റെ മേലേക്ക് നമുക്ക് ചാരി എത്തുന്ന രീതിയിൽ കിട്ടും നമുക്കത്. കറക്റ്റ് അല്ലേ? അതിനോണ്ടാ ഇത് വെച്ചത്. അപ്പൊ അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് മടക്കി വെക്കാം, ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കയറ്റി വെക്കാൻ. എന്നിട്ട് അടക്കാൻ പറ്റും. അതെ, നമുക്ക് ഇവിടെ ഇപ്പം ഒന്ന് ഇരുന്ന് നോക്കിയാൽ സന്ദീപേ സെറ്റ്. ഇത് നല്ലൊരു സംവിധാനം കേട്ടോ. ഇത് ഇവിടെ 2 വിജാഗിരി, ഇവിടെ ഒരു വിജാഗിരിയും അതുപോലെ ഇവിടെ ഒരു വിജാഗിരിയും കൊടുത്തിട്ട് ഇത് ഫോൾഡബിൾ ആക്കിയിട്ടുള്ളത്. എങ്ങനെയുണ്ട് സന്ധ്യ ഇരുന്നിട്ട്? സെറ്റ്. ഓ, ഒരാൾക്ക് ഇങ്ങനെ കിടക്കാം. അപ്പൊ 2 ആൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കിടക്കാം അല്ലേ? ഓ, അടിപൊളി. ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് ഇങ്ങനെയാണല്ലോ വരിക. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ലഗേജ് എന്തായാലും ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ കാല് നമുക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ഫുള്ളായിട്ടല്ലേ? നമുക്ക് ഫ്രണ്ടിലത്തെ സീറ്റില്ലേ, കോ ഡ്രൈവർ സീറ്റ്, അത് നമ്മൾ പറഞ്ഞ പോലെ ചെറിയ രീതി കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് മറിച്ചിടാം അല്ലേ? അടിപൊളി സെറ്റ്. അപ്പോൾ ഈ ഒരു പരിപാടി നമുക്ക് ഈസി ആപ്പാ അല്ലേ? ഒരു റക്സിൻ ഷോപ്പ് പോയിട്ട് നമുക്ക് ഇതിൻ്റെ കുഷൻ്റെ ചെയ്യണം. അതാവുമ്പോൾ നമുക്ക് ബെഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് തന്നെ ധാരാളം. ഇത് നമുക്ക് സീറ്റ് ചെയ്യുന്ന അവരുടെ അടുത്ത് തന്നെ ചെയ്യിപ്പിക്കാം. ഇതടിപൊളി കേട്ടോ. ഇതാണ് ഈ ഐഡിയ പറഞ്ഞത്, ഈ ഒരു ഐഡിയ അടിപൊളി അടിപൊളി. പോയി അളവെടുത്ത് പ്ലൈവുഡ് മേടിച്ച് അവിടെ തന്നെ കട്ട് ചെയ്ത് റക്സിനും ഫോമും മേടിച്ച് ഇവിടെ നിന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്തു. പുറത്തുനിന്ന് ഫുഡിന്റെ സമയം അല്ലേ? അപ്പൊ എങ്ങനെ നിങ്ങൾ താഴെ വെച്ച് ഇരുന്ന് സിലിണ്ടറിൽ തന്നെ വെക്കുന്ന സിലിണ്ടറിന് മുകളിൽ തളിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ചെറിയ ആവശ്യങ്ങൾക്ക് ഇതിന്മേൽ തന്നെ ഒരു വണ്ടിയിലുണ്ട് അതിപ്പോൾ. ഓ,
ഓ ഇതന്നെ ഞങ്ങൾ എൻ്റെ വണ്ടിയിലും ചെയ്യുന്നത്. സൈഡിലല്ലേ? സൈഡിലും ബാക്കിലും. ഓ ചായ ഉണ്ടാക്കാൻ ഇതിലേക്ക് ഇപ്പൊ എങ്ങനെ വെച്ചാ ഞാൻ ഇവിടെ അല്ലേ ഇവിടുന്ന് മറ്റൊരു കമ്പി ഇത് നമ്മുടെ ഫ്യൂച്ചർ വേറൊരു സാധനമുണ്ട്, അത് മറ്റേ മീഷോയിൽ കിട്ടും. അതിനെ ഇങ്ങനെ ഉള്ള സാധനം തിരിക്കാൻ പറ്റുന്ന, അതായത് എൽ ബ്രാക്കറ്റ്. അത് വേണമെങ്കിൽ കിട്ടും. എൽ ബ്രാക്കറ്റ് കിട്ടും. അത് അടിയിൽ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടേക്ക് ലോക്കായിട്ട് അടിപൊളി സാധനം. അത് കൊള്ളാലോ. ഇത് നമുക്ക് പരീക്ഷിക്കാവുന്ന ഒരു സാധനമാണല്ലോ. നമ്മളായിട്ട് നമുക്ക് ചായ കുടിക്കാൻ, ചായ മാഗി ഇത് നോക്കി നോക്കാം നമുക്ക്. മറ്റേ വിചാരി ഹിഞ്ചസ് ഇവിടെ സെറ്റ് ചെയ്തല്ലേ? ഓക്കെ, അതിലേക്ക് ബോൾട്ട് ഓൺ ചെയ്തല്ലേ? മറ്റേ അടിപൊളി സെറ്റ്. കൊടുക്കുന്നില്ല, അതിൽ സുഖം പിടിച്ചു. ഓടാൻ പറ്റുന്ന അവസ്ഥയല്ല, വളവും തിരുവാ. പിന്നെ അതുപോലെ വണ്ടിക്കകത്ത് നമ്മുടെ ആർമോൻ്റെ, നമ്മുടെ വണ്ടീൻ്റെ പിന്നെ റിയർ ടൈൽ ഗേറ്റിന് ഇതേപോലെ തന്നെ ഇവർ 2 ഡോറിനും ചെയ്തിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം നമ്മുടെ സാധനങ്ങളുള്ള സ്റ്റോറേജ്. ഇതന്നെ സെയിം സാധനം നമ്മുടെ ബാക്കിൽ വരുന്നത്. ഇത് ഫ്രണ്ടിൽ നമ്മുടെ ഡോറിൻ്റെ പിന്നെ പാഡായിട്ട് വരും, ഡോർ പാഡായിട്ട് വരുന്നത്. ഇത് എല്ലാം സെറ്റപ്പാണ്. വണ്ടിയിൽ 2 ഡോറിന് ചെയ്തിട്ടുണ്ട്. പിന്നെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ അഴിച്ചു വെച്ചു. അകത്ത് ഇവരുടെയൊക്കെ കംപ്ലീറ്റ് നെറ്റൊക്കെ വെച്ചിട്ട് സ്റ്റോറേജൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് വെക്കാം. ഇവിടെ കിടന്ന് ഉറങ്ങും ചെയ്യാം, ആ ഒരു സ്റ്റൈലിൽ. പിന്നെ ചെയ്ത് അഡീഷണൽ ബാറ്ററി ഉണ്ട് അല്ലേ? ഞാൻ ബാക്കിലേക്ക് വരാം. എവിടെയാ ബാറ്ററി? ഇവിടെയാ? ഓ, ഇവിടത്തേക്കാ വെച്ചിന് ബാറ്ററി. ഓക്കെ, അപ്പോൾ അത് മുമ്പിൽ നിന്ന് ബാറ്ററിൻ്റെ കണക്ഷൻ ഇങ്ങോട്ടേക്ക് എടുത്തല്ലേ? എന്നിട്ട് സീറ്റിൻ്റെ ബാക്കിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത്. ഇത് കണ്ടോ, ഇതുപോലെ ഇതുപോലെ ലോങ് ആയിട്ടല്ലേ? സ്പീക്കർ ഓയിലേക്ക് അടിപൊളി. എല്ലാം മസ്റ്റാണ് ഈ സാധനം. ഇതെല്ലാം നമുക്ക് ഉപകാരമായിട്ട്. ഇപ്പോൾ ഇതിൽ പോയി വന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഒരു ഇൻഫർമേഷൻ ആയി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൈ കരുതുന്നുണ്ട്. എല്ലാം ബഡ്ജറ്റ് എത്ര വരുന്നത്? അത് ഭയങ്കര ഹാർഡല്ലേ? റേറ്റ് കൂടുതൽ. വിഡ്ത്ത്, പിന്നെ 16 വിഡ്ത്ത്, 46 ലെങ്ത്. ഓക്കെ ഓക്കെ. ഫോം കൂട്ടി അടിക്കാൻ തന്നെ. ഫോം കൂട്ടി അടിച്ചാൽ നമുക്ക് കുറച്ചുകൂടി കിടക്കാനുള്ള ഇത് എത്ര കിട്ടും? അത്രേ ഉള്ളൂ. കംഫർട്ടിന് കുറച്ചുകൂടി കിട്ടും. ഇത് സാധാരണ ഫ്ലൈ അല്ലേ? അല്ലേ, സാധാരണ ഫ്ലൈ. മറ്റേ നമ്മുടെ അതെത്ര വരുന്നത് മെഷർമെന്റ്? എൻ്റെ ഇത് 3 അടി അല്ലേ? ഇൻക്ലൂഡിങ് എൻ ക്യാപ്പ് അല്ലേ? ഇവിടെ ഉണ്ടാകും, ഇവിടം വരെ ഉണ്ടാവും. 3 അടി തന്നെ നോക്കാം. അല്ല, 1 മീറ്റർ. കാരണം ഇത് കംപ്ലീറ്റ് കയറില്ല എനിക്ക് തോന്നുന്നു. അത് ഒരു കുറച്ച് ഭാഗം വിട്ടിട്ടുണ്ടാവും. 2.5 അടി പൈപ്പ്, പൈപ്പ് 2.5 അടി, ബാക്കി ക്യാപ്പും. പിന്നെ ഒരു ഇഞ്ചിൻ്റെ പിന്നെ എൻ ക്യാപ്പ്, പിന്നെ 1 ഇഞ്ചിൻ്റെ വാൾവ്. അതെപ്പോഴും ഉപയോഗം വരും കേട്ടോ. ഹീറ്റ് ഗൺ ഇതില്ലേ നമ്മളെ ബൂട്ടൻ ഗ്യാസ്? മറ്റേ സ്പ്രേ, സ്പ്രേന്റെ മുകളിൽ മറ്റേ ഇത് ഫിറ്റ് ചെയ്യുന്നത് ഗ്യാസ് നോസിൽ തന്നെ. ഇതും 1 ഇഞ്ചിൻ്റെ വാൾവ്. ബസ് ഇതെന്ത് വെച്ചതാ? ഇത് നിങ്ങളെ മറ്റേ റോളിന്റെ എന്തെങ്കിലും സാധനം ഈ ഒരു പാറ്റേൺ എവിടെയോ ഞാൻ കണ്ടിരുന്നു. അതാകുമ്പോൾ ഉരുളൂലല്ലോ അല്ലേ? അവിടെ നിന്നോളൂ. അല്ല, അത് മാത്രമല്ല, നമുക്ക് കുറച്ച് സ്ലാൻഡിങ് ആയിരിക്കണം. വെള്ളം ഇങ്ങോട്ട് വരാൻ. അതെ. അല്ലെങ്കിൽ നമുക്ക് ബെൽറ്റ് ഇട്ടിട്ട് ടൈറ്റ് ആക്കിയാലും മതി.
കിട്ടും. എങ്ങനെ ഐഡിയ പോലെ നമുക്ക് ആടാനും സാധ്യത കുറവാണ്. ഇത് കണ്ടോ അതിന് ആർച്ചും വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ സാധനം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അത് ജാമാക്കി നിർത്തിയിട്ട് ജസ്റ്റ് അല്ലേ ഒരു സൈഡ് പൊന്തിച്ച് വെക്കാനുള്ള അതായത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ അത് കുറച്ചൊന്ന് പൊന്തിച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങോട്ട് ഒരു ബെൽറ്റ് ആ സ്ട്രാപ്പ് ചെയ്ത് കെട്ടി വെക്കുക. നമ്മളൊരു ഹുക്ക് ഉണ്ട്. ആ ഹുക്ക് ഇവിടെ കൊടുത്തിട്ട് സ്ട്രാപ്പ് ചെയ്ത് വെച്ചാൽ ടൈറ്റ് ചെയ്യാം. പ്ലംബറിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ജിക്സോ വേണം, അത് വാടക കിട്ടും നമുക്ക് റെന്റിന്. ജിക്സോ വേണം, പിന്നെ ജിക്സോ എന്ന് പറഞ്ഞിട്ട് ഇത് പ്ലൈവുഡ് മുറിക്കുന്ന അത് പിന്നെ പ്ലൈവുഡ് മേടിക്കുമ്പോൾ കട്ട് ചെയ്ത് പഠിച്ചാൽ എന്നാ പിന്നെ അങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് നേരെ നമുക്ക് സീറ്റിന്റെ ചെയ്യുന്നില്ല അന്നേരം ആർത്തനെ കൊണ്ട് കൊടുത്തിട്ട് കൈയോടെ നമുക്ക് അവിടെ നിന്ന് ചെയ്യണ്ട, നമുക്ക് പൈസ രസമായിട്ട് ചെയ്യാം. ഓൾറെഡി നമ്മൾ നിങ്ങൾ സ്റ്റാൻഡ് പിടിപ്പിച്ചങ്ങനെയല്ലേ. പിന്നെ റെക്സിൻ അല്ലേ, അതുകൊണ്ട് ഫാബ്രിക് അടിച്ചിട്ട് കുറച്ചും കൂടി കംഫർട്ട് ആയിരിക്കും, ചൂട് കുറച്ചും കൂടി കുറയും. നമുക്കൊരു കാര്യം ചെയ്യാം, നിന്റെ ആ സാധനം ഇല്ല മറ്റേ നേരെ ബെഡില്ല അതന്നെ വെച്ച് ഇതിന്റെ മുകളിൽ അടിച്ചു അടിപൊളിയായിരിക്കും. നേരെ ഉന്നതത്തിൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറന്നു അതിന് വേറെ പ്രശ്നം ഫോൾഡ് ആവുന്ന പ്രശ്നം വരും. അല്ലെങ്കിൽ വേണമെങ്കിൽ ആ ബെഡ് എടുത്തിട്ട് വേണ്ടി വലിട്ടാൽ മതി, പ്രശ്നം വരും. നമ്മൾ സാധനം കുറെ മാക്സിമം കുറയ്ക്കാനാണ്. സ്ലീപ്പിംഗ് ബാഗ് ഇല്ല, വാങ്ങിക്കണം. സ്ലീപ്പിംഗ് ബാഗ് വാങ്ങിക്കണം. അല്ല ലിസ്റ്റിലുള്ള ഓരോരോ സാധനങ്ങൾ അതിനെല്ലാം അങ്ങനെ വെട്ടി വെട്ടി പോകണം. പിന്നെ ടെന്റ് ഉണ്ട്, ആ ടെന്റ് കയ്യിലുണ്ട്. കാരണം ഏകദേശം ഒരു 5 ആള് വരെ വണ്ടിയിൽ പോയിന്ന് കൂട്ടിയാലും ബാക്കിയുള്ള 5 ആള് നമുക്ക് രണ്ടടിക്കുന്ന രീതിയിൽ. DC ഇൻവെർട്ടർ ഉണ്ട് കറണ്ടിന്റെ. ലൈറ്റ് കാര്യങ്ങള് ലൈറ്റിന് കുറച്ച് കൂടുതലാണ്. ലൈറ്റിന് പിന്നെ ഒരു ബുദ്ധിമുട്ടില്ല. സൗണ്ട് അതിലൊരു ടോർച്ച് ഹെവി ഡ്യൂട്ടി ടോർച്ച് ഭയങ്കര മതി. ഹെഡ്ലൈറ്റ് ഒന്നും വേണ്ട, ഹൈ റേഞ്ചാണ്. പിന്നെ നമുക്ക് മറ്റേ ചെറിയ ചെറിയ ലൈറ്റ്സ് കുറച്ച് വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. അപ്പോൾ നമ്മുടെ ട്രിപ്പ് പോകുന്നതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള 2ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഇവിടെ വീട്ടിൽ വന്ന് വണ്ടിയുടെ കാര്യങ്ങളെല്ലാം കണ്ടു, എന്തൊക്കെ ഫിറ്റിങ്സാണ് വണ്ടിയിൽ ചെയ്ത്, പിന്നെ നമുക്ക് കുറേ ഉപദേശങ്ങളും കിട്ടി. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ വണ്ടിക്ക് വേണ്ട സജ്ജീകരണം കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ ബൈ.